നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഈ ഒരു വീഡിയോ എൻ്റെ മുസ്ലിം സഹോദരങ്ങളായിട്ടുള്ള നിങ്ങൾ തന്നെയാണ് ഇത് കാണേണ്ടത് കേട്ടോ. നമ്മളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് AP, EK അങ്ങനെ രണ്ട് ഗ്രൂപ്പായിട്ടുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ഈ അടുത്ത കാലം കൊണ്ടാണ് AP, EK എന്നൊക്കെ ഉള്ള ഒരു വിഭാഗം നമ്മുടെ ഇടയിൽ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് അത് മദ്രസയിലാണ് അത് കാണുന്നത്. മദ്രസ വിദ്യാർത്ഥികളുടെ ഇടയിലാണ് ഈ ഒരു സംഘടന വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്തുന്നത്. എന്തായാലും ഇത് രണ്ടും സുന്നി വിഭാഗത്തിൽപ്പെട്ട തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ അതിനെക്കുറിച്ചൊരു കൂടുതലായിട്ടൊന്നും ചിന്തിച്ചു പോയിട്ടില്ല. മദ്രസയിൽ ഓതാൻ പോയി പഠിച്ചു, നമ്മൾ വന്നു എന്നല്ലാതെ ഇങ്ങനെ സംഘടനാപരമായിട്ടുള്ള സംഭവമൊന്നുമില്ല. പക്ഷെ ഇതിപ്പോൾ പല സ്ഥലങ്ങളിലും ഈ രണ്ട് വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഈ രണ്ട് സംഘടനകൾ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ ഓക്കെ. പക്ഷേ എന്തിനാണ് ഇങ്ങനത്തെ ചില സംഘടനകൾ? അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ നമുക്ക് പറയേണ്ടി വരുന്നത് അല്ലേ. നമ്മുടെ അൻസാരി സുഹരി ഉസ്താദിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം ഈ പണ്ഡിതന്മാരിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഈ സമൂഹത്തിൽ നടക്കുന്ന അനീതികൾക്കെതിരെ ശക്തമായി സംസാരിക്കും. അത് സ്വന്തം സമുദായത്തിൽപ്പെട്ടവരാണെങ്കിലും സ്വന്തം സമുദായത്തിലെ മതപണ്ഡിതന്മാരാണെങ്കിലും തെറ്റ് കാണിച്ചാൽ അത് തെറ്റാണ് എന്ന് പറയാനുള്ള ഒരു ആർജവം ഈ പണ്ഡിതനുണ്ട്. ഈ ഞങ്ങൾ ഒരു കൂട്ടം ആളുകളെല്ലാം കൂടെ ഒരു സംഘടന രൂപീകരിച്ചു. ഈ പാവം പിടിച്ച പെൺകുട്ടികളെയൊക്കെ വിവാഹം ചെയ്ത് അയക്കാൻ വേണ്ടി ഒരു സംഘടന രൂപീകരിച്ചു. ആ സംഘടനയ്ക്ക് വേണ്ടി ഞങ്ങൾ 5 ദിവസത്തെ പ്രോഗ്രാം സെറ്റ് ചെയ്യും. അതിന് മതപണ്ഡിതന്മാരുടെ മതപ്രഭാഷണങ്ങളാണ് ഏറ്റവും കൂടുതൽ സംഘടിപ്പിച്ചിരുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഞങ്ങൾ ഓരോ പണ്ഡിതന്മാരെ വിളിക്കുമ്പോഴത്തേക്ക് അവർ 10,000, 15,000, 25,000, 30,000, 35,000 അങ്ങനെ ഓരോ പ്രാവശ്യം ഇവരുടെ റേറ്റ് ഇങ്ങനെ കൂടി. അതായത് അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ചിട്ടും അള്ളാഹുവിനെ കുറിച്ചിട്ടും ഈ മതത്തെക്കുറിച്ചിട്ടും ആ സമുദായത്തിന് പറഞ്ഞു കൊടുക്കുന്നതിന് നമ്മൾ 50,000 രൂപ അല്ലെങ്കിൽ 1,00,000 രൂപ വരെയൊക്കെ ഇവർക്ക് കൊടുത്തോണ്ടേയിരിക്കണം. അതുപോലെ ആയി മാറി എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു ചുരുക്കം. എന്തായാലും അൻസാരി സുഹരി ഉസ്താദ് സാധാരണ മതപണ്ഡിതന്മാർ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ രീതിയിൽ തന്നെ മറുപടി കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തായാലും നിങ്ങൾ ഈ ഒരു വീഡിയോ കാണാതെ പോകരുത്, എല്ലാവരും മസ്റ്റായിട്ട് ഈ വീഡിയോ ഒന്ന് കാണണം. ഒരു ഉസ്താദെ നമ്മുടെ അൻസാരി ഉസ്താദിന് കൊടുക്കുന്ന മറുപടിയാണ്, ഉസ്താദ് കൊടുക്കുന്ന മറുപടിയാണ് മാസ്. നിങ്ങളത് കണ്ടു നോക്കിയോളൂ. ഇതൊക്കെ പറയിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ട് ഇവർക്ക്. മറ്റുള്ള ഈ ഇസ്ലാമിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയാൻ വേണ്ടി കാത്തിരിക്കുന്നവരുടെ അണ്ണാക്കിലേക്ക് കോലിട്ടിളക്കുന്ന കണക്കാണ് എനിക്കിത് കണ്ടപ്പോഴത്തേക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ ഇത് കണ്ടിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾ തന്നെ അറിയിക്കുക. നമുക്ക് ആദ്യമൊക്കെ കൈമുത്തിയപ്പോൾ നമ്മൾ വിചാരിച്ച് കൈമുത്തൽ കൊണ്ട് അവസാനിക്കും. കൈമുത്തൽ മതിയാകാത്തതുകൊണ്ട് പിന്നെ കാറിൽ മുത്തി. മഹാനവരുടെ കാറിൽ മുത്തിയിട്ടും മതിവരാത്ത മനുഷ്യർ പിന്നീട് ഇപ്പം കാലിൽ മുത്താൻ തുടങ്ങി. മനുഷ്യർ പ്രതലത്തിലൂടെ നടന്നു പോകുന്ന കാല്, ആ കാല് വരെ മുത്താൻ തുടങ്ങിയിട്ടുണ്ട് മനുഷ്യർ. റഹ്മാനായ റബ്ബേ, ഇതിങ്ങനെ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥത തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. കാരണം അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമ്മുടെയൊക്കെ ഫിത്രത്തിൽ, നമ്മുടെയൊക്കെ ജന്മസിദ്ധമായി അള്ളാഹു ഹൃദയത്തിലൂട്ടി അചഞ്ചലമായ തൗഹീദിന്റെ ആ മാധുര്യം ഹൃദയത്തിലുണ്ട് എങ്കിൽ ഇത്തരത്തിലുള്ള പ്രവൃത്തി കാണുമ്പോൾ സ്വാഭാവികമായി നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു സംതിങ് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതല്ല, ഇതിനെയൊക്കെ ന്യായീകരിക്കാനാണ് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എവിടെയോ വെച്ച് അള്ളാഹു കൽബിൽ കത്തിച്ചു വെച്ച ഈമാന്റെ ആ തിരുനാളം വെളിച്ചം ഒന്ന് മങ്ങിയിട്ടുണ്ട്, കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുക. എന്നാൽ ഞാൻ കൈതൊട്ട് ചുംബിക്കാറുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട ഗുരുവര്യന്മാർ, എൻ്റെ സത്യകരായ ബഹുമാനപ്പെട്ട അഹിൽബൈത്തിൽപ്പെട്ടവരെയൊക്കെ നമ്മൾ കൈ തൊടാറുണ്ട്, ചുംബിക്കാറുണ്ട്. പക്ഷേ ഞാൻ അധികവും കൂടുതലും തൊടാറും ചുംബിക്കാറും ഏറെ താല്പര്യപ്പെടാറുള്ളത് ഈ വർക്ക്ഷോപ്പ് തന്നെ, എൻ്റെ നാട്ടിലെ വർക്ക്ഷോപ്പ് തന്നെ. എനിക്ക് ഇയാളുടെ കൈ തൊടാനും ആ തൊട്ട കൈ ഇങ്ങനെ ചുണ്ടോടി കേൾക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ കാരണം പറ്റുന്നുകൊണ്ടല്ല, ഒരാളെ പറ്റിക്കാതെ, ചൂഷണം നടത്താതെ, അവൻ്റെ ഈമാൻ കവർന്നെടുക്കാതെ, സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ച് ഹലാലായ പൈസ ഉണ്ടാക്കി ജീവിക്കുന്ന ഈ മനുഷ്യൻ, ആ മനുഷ്യൻ്റെ വിയർപ്പിൻ്റെ മേത്തൊന്ന് ഒട്ടാൻ വേണ്ടി ഞാൻ ആഗ്രഹിച്ചടുത്ത് നോക്കും. അത്ര ക്വാളിറ്റിയുള്ള ഒരു മനുഷ്യൻ. അള്ളാഹുദ്ദീന് ബർക്കത്തിയട്ടെ. ഒരു സുഹരിയത്രേ, അത് ഞങ്ങളെ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ഒരു ബിരുദം കൊടുക്കുന്ന സ്ഥാപനം. ഇതോന്റെ ഉസ്താദ മാടവനെ പ്രായിട്ട് വലിയത് കേൾക്കണില്ലെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഏത് ദീനത് എന്ത് സുന്യവൻ? അള്ളാഹുവിന്റെ റസൂലിന്റെ കഫേ അതും കണ്ട് കയ്യിലേക്ക് കിട്ടിയപ്പോ, എടാ സുഹരി, ഞങ്ങളെ കരളിന്റെ കഷ്ണമായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ സറഫാക്കപ്പെട്ട ഉമീര് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരിറ്റ് കഫം ഞങ്ങൾക്ക് കിട്ടുമെങ്കിൽ അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. മോനെ തൊഴിയൂരെ കുഞ്ഞമ്മതെ, അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട എന്തും ഈ കരങ്ങളിലേക്ക് കിട്ടിയാൽ ഞങ്ങളത് കയ്യിൽ സ്വീകരിക്കും, ഞങ്ങൾ ശരീരത്ത് പുരട്ടും. ഇതിലൊന്നും ഞങ്ങൾക്ക് യാതൊരു തർക്കവും പ്രശ്നമില്ല. പക്ഷേ അതുകൊണ്ട് കോമാട്ട് ചാനൽ അബ്ദുള്ളയുടെ കൈയും കാലും മുത്താന്ന് നീ തെളിവ് പിടിച്ചു വന്നു കഴിഞ്ഞാൽ അങ്ങനെ മുത്തിയിട്ട് കിട്ടുന്ന സുന്നിപ്പട്ടം നീയും നിന്റെ ഓളും കിടങ്ങ് വാങ്ങിയാൽ മതി. അത് ഞങ്ങളുടെ കൈ കൊണ്ട് തരണ്ട, നിന്റെ മച്ചായിക്കും ചെയ്ക്കും നീ കൊണ്ട് ഇടന്നാൽ മതി. അതിനൊന്നും ഞങ്ങൾ വിളിക്കണ്ട. അതുകൊണ്ട് കിട്ടുന്ന സുന്നിപ്പട്ടം അങ്ങനെ ചെയ്താലേ ഈ കാര്യം ഇതുപോലെ നക്കിയെങ്കിലും മുത്തിയെങ്കിലും മാത്രമേ സുന്നിപ്പട്ടം കിട്ടിയുള്ളൂ. ആ സുന്നിപ്പട്ടം എനിക്കിതേ നീ അവിടെ കൊണ്ട് വെച്ചോ. അൻസാരി സൂര്യക്ക് സുന്നിപ്പട്ടം തരാം. അൻസാരി സൂര്യനെ സുന്നിയായിട്ട് അംഗീകരിക്കും. എന്ത് ചെയ്യണം? ഇവന്റെ മച്ചായിക്കിന്റെ കാല് പിടിച്ചിട്ട് പിന്നെ എവിടെ തടവണം, എവിടെ മുത്തണം? നീ നിന്റെ അവളുടെ പോയി മുത്ത്. എന്റെ മച്ചായിക്കിന്റെ കാല് മുത്താൻ വന്നിരിക്കുന്നത്. അങ്ങനെ കാല് മുത്തിയിട്ട് കാല് നക്കിട്ട് കിട്ടുന്ന ഒരു പട്ടവും വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളും കിഴക്കേക്കരയിലെ ഹബീബിക്കായി ഒന്നാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്ത് ആദരിച്ച് ബഹുമാനിച്ച് അതിന്റെ ഭാഗമായി ചെയ്തൊക്കെ ആ കിഴക്കേക്കരയിലെ ഹബീബിക്ക ചെയ്താൽ കാണിക്കണം. അത് നീ നിന്റെ ഒഴുകൂടെ പോയിട്ടാ അവൻ സുന്നിപ്പട്ടം തരാൻ വന്നിരിക്കുന്നത് ഓളാടുത്തുണ്ട്. കുഞ്ഞമ്മലെ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതിന്റെ ഇടക്ക് നീ വലിയൊരു ഡയലോഗ് ഇട്ടാ ആ ഡയലോഗാണ് ഇവിടെ പ്രസക്തി എന്ന് പറഞ്ഞ് കേട്ടെ. പേരിപ്പോ എന്തായിട്ടും കാര്യമൊന്നുമില്ല. പേരിപ്പോ എന്തായിട്ട് എന്താ? അബ്ദുറഹ്മാൻ സലഫി ഉണ്ട്, അബ്ദുറഹ്മാൻ സക്കാഫി ഉണ്ട്. രണ്ടു വഹാബീസ പറയണത്. അബ്ദുറഹ്മാൻ സലഫിയുടെ വാദം എന്താ? അള്ളാഹുടെ റസൂലിന് അയലുണ്ട്. അബ്ദുറഹ്മാൻ സക്കാഫി ഇവിടെ വന്ന പേരുകൊണ്ട വാദം എന്താ? അള്ളാഹുടെ റസൂലിന് ഇടക്കിടക്കുന്ന അയലുണ്ട്. ആ അബ്ദുറഹ്മാൻ സലഫിയും അബ്ദുറഹ്മാൻ സക്കാഫിയും ഈ അബ്ദുറഹ്മാൻ സക്കാഫിയുടെ പേരോട് അബ്ദുറഹ്മാൻ സക്കാഫിനെ കൊണ്ട് ഒരു മനുഷ്യൻ മുറുത്തതായിട്ടില്ല. പക്ഷെ നിന്റെയൊക്കെ പ്രസംഗം ഈ സമീപകാലത്ത് എന്റെ ഇൻസ്റ്റാഗ്രാം ഇപ്പോഴും വോയിസ് ഞാൻ സ്ക്രീൻ റെക്കോർഡ് വെച്ചിട്ടുണ്ട്. ഒരു ചെറുപ്പക്കാരൻ അള്ളാഹുവിന്റെ ദീനിന് പുറത്തു പോകാൻ കാരണം നീയൊക്കെ ഷെയ്ഖുന മടവൂനെ കുറിച്ച് പറഞ്ഞ ഇല്ലാ കഥകളാണ്. എന്തെല്ലാം കള്ളത്തരമാണ് നീ തട്ടിവിടുന്നത്. ഷെയ്ഖുന മടവൂർ അള്ളാഹുവിന് വേണ്ടി ജീവിച്ച് അള്ളാഹുവിന് വേണ്ടി മരണപ്പെട്ട ഒരു സ്വാത്വികനായ മഹാത്മാവിനെ കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞ് പരിധി വിട്ട പറച്ചിൽ പറഞ്ഞ് ഒരുപാട് ചെറുപ്പക്കാർ ഈ അപഹാസ്യത്തിന് ട്രോളും കണ്ട് അള്ളാഹുവിന്റെ ദീന്റെ പുറത്തു പോയിട്ടില്ലേ? പേരുടെ സ്ഥാനം കൊണ്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? നീയൊക്കെ തന്നെയാണ് ദോഷം. നീയൊക്കെ ഒരു വേള ചിന്തിക്കടാ, നിന്റെയൊക്കെ പ്രശ്നം കൊണ്ട് ഈ സമുദായത്തിന് എന്താ ഗുണം? നിന്റെയൊക്കെ പോസ്റ്റർ എന്താ? വെട്ടിക്കീറും, കുഴിച്ചു മൂടും. എല്ലാ മാസവും നിങ്ങൾ കുഴിച്ചു മൂടുന്നുണ്ടല്ലോ. ആരെ കുഴിച്ചു മൂടിയത്? എല്ലാ മാസം കുഴിച്ചു മൂടാണ്. ഒന്ന് മൂടി കഴിഞ്ഞാൽ പിന്നെ അത് തീർന്നില്ലേ? എല്ലാ മാസം മൂടുവാണ്. നിങ്ങൾ നാലാളും ഒരു വണ്ടിയും കുറെ ആളുകളെയും കൊണ്ട് എവിടെ കൊണ്ട് ഇതുപോലെ കുറെ ഒച്ചപ്പാടുണ്ടാക്കിയപ്പോൾ ഉമ്മത്തിന് എന്ത് ഗുണമിടാ? നയാ കാഴ്ചന്റെ ഗുണമുണ്ടാ ഉമ്മത്തിന് നിന്നെയൊക്കെ കൊണ്ട്? അട്ടോ ഓനെ നമ്മളെ സുന്നി പിടിപ്പിക്കാൻ പറയാം. നിന്റെ സുന്നിയൊന്നും നമുക്ക് വേണ്ടടാ. ഞങ്ങൾക്ക് ഇവിടെ കൈ പിടിക്കാനും ഞങ്ങൾക്ക് നെഞ്ചോട് ചേർക്കാനും ഒക്കെ ഇവിടെ ജിഫ്രി തങ്ങളും എപ്പിസോഡൊക്കെ ഉണ്ട്. ഞങ്ങൾ അവരെ ചേർത്ത് പിടിച്ചത് കൊണ്ട് നീ ഒന്ന് സുന്നി പട്ടം തരാം. നിന്റെ മശായിഖിന്റെ കാല് പിടിക്കണമെങ്കിൽ നീ ആ കാലം നോക്കിയാൽ മതി. ഞങ്ങൾക്ക് ആ കാലം നോക്കാൻ പറയണ്ട. നിന്റെ മശായിഖിനെ നീ അങ്ങ് കാല് പിടിച്ചാൽ മതി. ഞങ്ങൾക്ക് ആ കാല് പിടിച്ചിട്ട് കിട്ടുന്ന ഒരു പുണ്യവും ഇനി വഹാബി എന്നല്ല, ഇനി ആ സാക്ഷാൽ മുർത്തതെന്ന് വിളിച്ചാലും എന്റെ മൂക്ക് ഈ മണ്ണിൽ കുത്തുന്നത് വരെ നിന്റെ ഒന്ന് ഈ കോമാളിത്തരെ അംഗീകരിച്ചിട്ട് കിട്ടുന്ന ഒരു സുന്നിപ്പട്ടം എനിക്ക് വേണ്ട എന്ന് എനിക്ക് പറയാനുള്ളത്. നിന്റെ ഒന്ന് സുന്നി എനിക്ക് വേണ്ട. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരാണെന്ന് എന്നെ കേട്ടിരിക്കുന്ന മനുഷ്യർക്കുണ്ട്. ഞാൻ മൗത്തോളം ഈ ബഹുമാനപ്പെട്ട എ പി ജിഫ്രി തങ്ങളൊക്കെ നയിക്കുന്ന സുന്നത്തമാറ്റം കൂടെ ആയിരിക്കും. പക്ഷേ നീയൊക്കെ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള സുന്നിപ്പട്ടം എനിക്ക് ആ ചുണ്ണിപ്പട്ടം വേണ്ട. ആ ചുണ്ണിപ്പട്ടം നീ നാലായിട്ട് മടക്കിട്ട് അങ്ങോട്ട് വെച്ചോളി. സുമേഷ കറക്ക്, നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡ് പോളൂ. പറഞ്ഞാണല്ലോ ഈ സുന്നികൾ തമ്മിലുള്ള ഈ കടിപിടിയല്ലേ, ഇത് ഇസ്ലാമിനെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുള്ള ചില ഹറാം പറഞ്ഞവന്മാരുണ്ടല്ലോ. അതായത് സ്വന്തം മാതാവ് ഗർഭപാത്രം പോലും എടുത്തു കളയണം എന്ന് പറഞ്ഞ ചില വേട്ടാവളിയന്മാരുണ്ട്. അങ്ങനെ ചില അസുര ജന്മങ്ങൾക്ക് ജന്മം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ജാമിദായും അതുപോലെ തന്നെ കൃമികീടമായിട്ടുള്ള ഹാരിഫ് എന്ന് പറഞ്ഞവനും ലിയാഖത്ത് എന്ന് പറഞ്ഞവനും ജബ്ബാർ മാഷ് എന്ന് പറഞ്ഞ കുറെ നാറികളുണ്ടല്ലോ. ഇവന്മാരിപ്പം സംഘപരിവാറിന് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പം ഇങ്ങനെ സുന്നികൾ തമ്മിൽ ഇങ്ങനെ വാക്ക് പോലും തർക്കങ്ങളും ഉണ്ടാകുമ്പോൾ ഇവർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത്. കാരണം ഇതാണ് ഇസ്ലാം, ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്, ഇസ്ലാമിനെ ഇങ്ങനെയൊക്കെയാണ് ചിത്രീകരിക്കുന്നതൊക്കെ പറഞ്ഞു വരാൻ വേണ്ടി ഇവർക്ക് അവസരം ഉണ്ടായി കൊടുത്തിരിക്കുകയാണ് ഈ പറയുന്ന സുന്നി പണ്ഡിതന്മാരായിട്ടുള്ളവർ. സത്യം പറയാമല്ലോ, നീയൊക്കെ വാ തുറക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഇവിടുത്തെ ഈ സമുദായത്തെ പറയിപ്പിക്കുന്നതും ഈ തലപ്പാക്കെട്ട് കെട്ടിയിട്ടുള്ള ചില പണ്ഡിതന്മാർ തന്നെയാണ്. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. ആദ്യം സ്വന്തം സമുദായത്തെ നന്നാക്കിയിട്ട് വേണം മറ്റുള്ള സ്ഥലത്തേക്ക് നമ്മൾ കയറി അഭിപ്രായം പറയാം. ഞാൻ മറ്റു മതവിവാദത്തെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ അവരുടെ വിശ്വാസങ്ങളെ കുറിച്ചിട്ടോ ഞാൻ ഇതുവരെ അഭിപ്രായം പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ മതത്തിൽ ഇത്തരത്തിൽ കുത്തിത്തിരിപ്പുമായിട്ട് വരുന്ന ആൾക്കാരെ കുറിച്ചിട്ട് ഞാൻ പറയും. ഇപ്പൊ അൻസാരി സുഹരി ഉസ്താദ് അദ്ദേഹം കൃത്യമായിട്ട് കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് ഇവന്മാർക്കൊന്നും സുഹിക്കുന്നില്ല എന്നുള്ളതാ. കാരണം അദ്ദേഹം പണ്ഡിതൻ തെറ്റ് കാണിച്ചാലും അത് തെറ്റാണെന്ന് പറയും. അതാരാലും ഇപ്പൊ അൻസാരി സുഹരി തെറ്റ് കാണിച്ചാലും നമ്മൾ പറയും അത് തെറ്റ് തന്നെയാണെന്ന്. അല്ലാതെ അൻസാരി സുഹരി പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ 100% ശരിയാണെന്ന് പറയുന്ന ആൾക്കാരൊന്നുമല്ല. പക്ഷെ അദ്ദേഹം ഈ സമൂഹത്തിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം, സഹോദര സമുദായങ്ങൾക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ടല്ലോ, അതൊക്കെ നീയൊക്കെ ഒന്ന് കാണണം. എന്താണ് ഇസ്ലാം എന്താണ് പറഞ്ഞത്, നബിതങ്ങൾ എന്താണ് പറഞ്ഞത് എന്നൊക്കെ പുള്ളി ജീവിതത്തിൽ അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ടല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ മറ്റ് സഹോദര സമുദായത്തിൽപ്പെട്ടിട്ടുള്ള സഹോദരങ്ങളും സഹോദരിമാരെല്ലാം ഉസ്താദിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. നിന്നെപ്പോലുള്ള വേട്ടാവളിയന്മാർ വന്നിട്ടുണ്ട് ഇങ്ങനെ മൈക്കും കെട്ടി അവിടെ കുറച്ച് ആൾക്കാരുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ഗീർവാണം മുഴക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ ഒന്ന് ആത്മപരിശോധന നടത്തണം നീയൊക്കെ കേട്ടോ. സത്യത്തിൽ ഇതൊക്കെ സ്വന്തം പല്ലുകുത്തി മണപ്പിക്കുന്നേ എനിക്കിത് കാണുമ്പോഴത്തേക്ക് പറയാൻ പറ്റത്തുള്ളൂ. എന്താണെങ്കിലും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ഇതിനുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുക്കുക. 2 വിഭാഗം ഉണ്ടാകും എന്നെനിക്കറിയാം. എങ്കിലും നമ്മളെപ്പോഴും സത്യത്തിന്റെ ഭാഗത്തായിരിക്കണം നിൽക്കേണ്ടത്. ആരുടെ ഭാഗത്താണ് സത്യം അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണാം.